വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം, കുറേ തവണ മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ചയും അതിന്റെ പിന്നത്തെ ആഴ്ചയും മാർക്കറ്റ് ഇതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അവിടെ. എനിവേ ഇതിനെ ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഒരു ഏരിയ ആണ്. അതിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയും അതുപോലെ തന്നെ അതിന്റെ ലോയും ആണ് മാർക്ക് ചെയ്തിടുന്നത്. നോക്കിയാൽ കാണാം, കഴിഞ്ഞ രണ്ടാഴ്ച ആ ഒരു ക്യാൻഡലിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകളിലോട്ടോ താഴോട്ടേക്ക് പോകണമെങ്കിൽ മാർക്കറ്റ് ഇതിന്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യണം. അത് മിക്കവാറും ഈ ആഴ്ച ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഹൈയുടെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹൈയിലേക്ക് നോക്കിയാൽ കാണാം, ഹൈയുടെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. മൾട്ടിപ്പിൾ ടൈം അവിടെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. ആ ഒരു ഇംബാലൻസിനും കൂടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരു FEG ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് FEG അവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം കാണാം, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു FEGനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് മാർക്കറ്റ്. വന്ന് താഴോട്ടേക്ക് പോകുന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. എന്തായാലും അവിടെ ഒരു FEG ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ ഡേയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇത്രയാണ്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഇന്റേണൽ ബ്രേക്ക് എന്നൊരു ഏരിയ ആണ്. ആ ഒരു ഏരിയയുടെ അടുത്തേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു FEGയും കൂടി ഉണ്ട്. ആ ഒരു ഏരിയയിലെ ഒരു FEGയെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി FEG എടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ബാലൻസ് അതിൽ കിടക്കുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത FEG കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതിനെ കുറച്ച് വലുതാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഹൈ, അതായത് വീക്കിലിയിൽ മാർക്ക് ചെയ്ത ഹൈയുടെ മുകളിൽ ഒരു സപ്ലൈ സോൺ ഉണ്ട്. ആ ഒരു സപ്ലൈ സോണിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. ആ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഒരു FEG ആണ്. ആ ഒരു FEGയുടെ ഉള്ളിൽ പലതവണ വന്നിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്ത് വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ഒരു തവണ ഒരു റെസിസ്റ്റൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ഒരുപക്ഷെ ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് രണ്ടു വിധത്തിലുണ്ട്. ഒന്ന്, ഒരിക്കൽ കൂടിയിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് വീണ്ടും മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ആ ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഏരിയയിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഫ്യൂവല് മാർക്കറ്റിന് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോയാൽ, വലിയൊരു ക്യാൻഡിലോട്ട് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റെഡ് ലൈനിലെ ടച്ച് ചെയ്യാതെ ക്ലോസിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബൈ എൻട്രി നോക്കാം. ആ ഒരു ബൈ എൻട്രി ഏറെക്കുറെ ഈ റെഡ് ലൈൻ അല്ലെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഇംബാലൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അത്രയ്ക്കേ വരാൻ പാടും. മിക്കവാറും ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് വലിയൊരു റിയാക്ഷൻ അവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരു എൻട്രി സാധ്യത നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എൻട്രി സാധ്യത എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടു വിധത്തിലായിരിക്കാം. ഒന്നല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റിൽ സംഭവിക്കുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും റിവേഴ്സൽ പാറ്റേണോ മറ്റെന്തെങ്കിലും ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് എടുക്കാം. ഒരു റീടെസ്റ്റ് വരുന്ന സമയത്ത് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് FEGയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ പ്രകാരം വീണ്ടും ഒരു ബൈ എൻട്രി മുകളിലോട്ട് തന്നെ എടുക്കാം.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ, അതായത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് ഇവിടെ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഈ ഒരു ഏരിയനെ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ, അതായത് ഈ ഒരു ആക്ഷൻ വീണ്ടും ഇവിടെ നിന്നിട്ട് ഒരു വീണ്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നും ബൈ എടുക്കാവുന്നതാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് അടുത്ത ആഴ്ച യുഎസ് ഓയിലിൽ നല്ല നല്ല എൻട്രി സാധ്യതകൾ കാണുന്നുണ്ട്. പല രീതിയിലുള്ള എൻട്രി സാധ്യതകൾ കാണുന്നുണ്ട്. താഴോട്ടേക്കും മുകളിലോട്ടും ഉള്ള സാധ്യതകളുണ്ട്. അതെല്ലാം വിത്ത് കൺഫർമേഷനോട് കൂടിയിട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.